ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുമ്പളങ്ങ മെഴുക്കുവരട്ടിയുടെയും ചെറുപയർ തോരൻ്റെയും റെസിപ്പിയാണ് പറയുന്നത്. ആദ്യം തന്നെ കുമ്പളങ്ങ വൃത്തിയാക്കുക, തൊലി കളഞ്ഞെടുക്കുക, അത് കഴുകി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുക്കുക, അത് അരിഞ്ഞ് 2 കാന്താരിമുളകും കൂടെ അരിഞ്ഞിടുക. അരിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചതും സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് തട്ടുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഇളക്കി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇളക്കി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മതി കുമ്പളങ്ങ വേവാൻ. 10 മിനിറ്റ് കൊണ്ട് കുമ്പളങ്ങ വേവും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മി വയ്ക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഇടാനാണ്. ഇപ്പോൾ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തിരുമ്മി മാറ്റി വെച്ച തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുമ്പളങ്ങ മെഴുക്കുവരട്ടി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്ക്. അടുത്തത് കാണിക്കുന്നത് നമുക്ക് ചെറുപയർ തോരനാണ്. അത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെറുപയർ ആദ്യം നമുക്ക് കുതിർത്ത് വെച്ചാൽ എളുപ്പമാണ് വെന്ത് കിട്ടാൻ. ഇപ്പോൾ കുതിർത്തില്ല, കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പ് കത്തിച്ച് ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ. 5 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുപയർ വെന്ത് കിട്ടും. 5 വിസിൽ വരെ കേൾപ്പിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടെടുത്തു. കുറച്ച് വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇത് ഇത്രയും ചേർത്ത് നല്ല തോരന് അരയ്ക്കുന്ന അരപ്പുണ്ടല്ലോ, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് പയറിപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത ചെറുപയർ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം അതിൽ കാണും, അത് നമ്മൾ വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളം അതിലുണ്ട്, അത് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ചെറുപയർ തോരൻ റെഡിയാവും. വെള്ളം നല്ലതുപോലെ വറ്റി ചെറുപയർ തോരൻ നല്ല സെറ്റായി വരും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ 2 റെസിപ്പികളും ഇഷ്ടമായല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിനൊപ്പം കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഹലോ, ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, 2 വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.